ആളുകൾ പൊതുവെ ഉച്ച സമയങ്ങളിലാണ് നല്ല രീതിയിലൊന്ന് ഇരുന്ന് ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെയാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും നല്ല സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ ഡബിൾ ഹാപ്പിയാണ്. അപ്പം ഇന്ന് എൻ്റെ വീട്ടിൽ അങ്ങനെയാണ്. ഒരു സ്പെഷ്യൽ സംഭവം കിട്ടിയിട്ടുണ്ട്. ഇതങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടുന്നതല്ല, സീസൺ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളിവിടെ ഇതിൻ്റെ മരമോ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് സംഭവം സീസൺ ആകുമ്പോൾ ആരെങ്കിലും വീട്ടിൽ നിന്ന് തരുന്നതായാലും നമ്മൾ വാങ്ങുന്നതായാലും ഡബിൾ ഹാപ്പിയാണ്. നമ്മൾ ഈ ചക്ക ഇതിനിവിടെ ചീമച്ചക്ക എന്നാണ് പറയുന്നത്. നമ്മുടെ മറ്റേ ചക്കേനേക്കാളും അടിപൊളി ടേസ്റ്റാണിത്. ഇത് വെച്ച് തന്നെ നമുക്ക് 3-4 ഐറ്റം ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് ഇതുപോലത്തെ ഈ ഷേപ്പിൽ അരിഞ്ഞിട്ട് നമുക്ക് നല്ല ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് തേങ്ങയൊക്കെ വറുത്തരച്ച് അടിപൊളി ഒരു തീയൽ വയ്ക്കാൻ പറ്റും. രണ്ടാമത്തത് ഇതേ ഷേപ്പിന് തന്നെ അരിഞ്ഞ് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് തേങ്ങയൊക്കെ ഇട്ട് ഞവിടി ആവിയേറ്റി ഇത് പുഴുങ്ങിയെടുക്കാൻ പറ്റും. അതും ഇതിനേക്കാളും ഒരല്പം ഇളത് ചക്കയായിരിക്കണം, പഴുക്കാത്തത്. പിന്നെ എന്താ, നല്ല നീളത്തിന് നൈസിനെ അരിഞ്ഞിട്ട് ഇതിൽ നല്ല ബജി ഉണ്ടാക്കാൻ പറ്റും, ചിപ്സ് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരൊറ്റ സാധനം കൊണ്ട് എന്തെല്ലാം ഐറ്റം എന്നറിയാമോ? പക്ഷേ ടേസ്റ്റ് അൾട്ടിമേറ്റാണ്, അടിപൊളിയാണ്. ഇതെല്ലാം ട്രൈ ചെയ്തിട്ടുള്ള ആളായതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പായിട്ട് പറയുന്നത്. സൂപ്പർ സാധനം. അപ്പം ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്നത് തീയലാണ്. അപ്പം സാധനം അരിഞ്ഞു, കൊച്ചുള്ളി ഉപ്പും കൂടെ ഇട്ട് ഒരടുപ്പിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു ചീനിച്ചട്ടി എടുത്തിട്ട് കുറച്ച് എണ്ണയും 2-3 ചെറിയ കുഞ്ഞുള്ളി ഇട്ടിട്ട് തേങ്ങ വറുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ പൊടികൾ ചേർക്കുക. ഇത് കരിഞ്ഞു പോകാനും പാടില്ല. അതായത് ഈ അരപ്പ് വറുത്ത് ചേർക്കുന്ന ഏത് സംഭവമായാലും കരിഞ്ഞു പോയാൽ കറീൻ്റെ ടേസ്റ്റ് തന്നെ പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കി നിന്ന് ഇതൊക്കെ ചെയ്യണം. അപ്പം മസാലപ്പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരുംജീരകം. പെരുംജീരകം പൊടിയായിട്ട് വേണമെങ്കിൽ പൊടിയായിട്ട് ചേർക്കാം, ഇല്ലെങ്കിൽ നമ്മൾ നീളം പൊടിക്കാത്ത പെരുംജീരകം, പച്ച പെരുംജീരകം കൊണ്ട് അത് ഏത് വേണോ ചേർക്കാം. പിന്നെ കറിവേപ്പില, ഒരു നെല്ലിക്കേൻ്റെ വലിപ്പത്തിന് പുളി കൂടിപ്പോയാലും പുളിപ്പായിരിക്കും, പുളിങ്കറി പോലെ ആയിപ്പോൾ. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് കൈക്കണക്കാണ്. അപ്പോൾ അതൊക്കെ വെച്ച് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. എന്നിട്ട് കിഴങ്ങും സവാളയൊക്കെ ഉള്ളിയൊക്കെ വെന്താൽ നോക്കുക. വെന്തതിന് ശേഷം ഈ നമ്മൾ അടിച്ചെടുത്തേക്കുന്ന അരപ്പ് അതിലോട്ട് ഒഴിക്കുക. എന്നിട്ട് മിക്സീൻ്റെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ജാറ് കഴുകി കുലുക്കി അങ്ങോട്ട് ഒഴിച്ചേക്കുക. പിന്നെ സംഭവം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ പത പോലെ നിൽക്കില്ലേ, അതൊക്കെ അങ്ങ് മാറി ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കി സെറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പം ഈ സാധനം അവിടെ ആയിക്കൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. അത് പൊടിയൊക്കെ ചേർത്ത് വറുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ തന്നെ രാവിലെ തന്നെ ലോങ് വീഡിയോ ഷോർട്ട് കണ്ടവരാണെങ്കിൽ ചോദിക്കും, രാവിലെ ഒരു സ്റ്റെപ്പ് മിക്സ് ചെയ്ത് വെച്ചില്ലേ ചിക്കൻ വറുക്കാൻ, പിന്നെ ഇതെന്താ? അപ്പം ഞാൻ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങൾക്കല്ലേ, അതൊരാൾക്കുണ്ട്, ഒരു സ്പെഷ്യൽ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത്. അപ്പം അതെന്തായാലും വറുക്കുമ്പോൾ എൻ്റെ മക്കൾ ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞ് ഉറപ്പായിട്ടും ബഹളം വയ്ക്കും. അപ്പോൾ കൊടുക്കാണ്ടിരിക്കാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് വേണ്ടി കുറച്ച് ഒരു 8 കഷ്ണം എടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് കയറ്റിയിട്ട് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. കടുക്, കൊച്ചുള്ളി, കറിവേപ്പില, പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ എണ്ണയിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് തട്ടുക. സംഭവം കടുക് പൊട്ടിപ്പിച്ചപ്പോഴത്തേക്ക് എല്ലായിടും കൂടെ തെറിച്ചിട്ടുണ്ടായിരുന്നു, മുഖത്തും കയ്യിലും ഒക്കെ ആയിട്ട്. അപ്പം അതൊക്കെ സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യാൻ. എന്നിട്ട് കറി റെഡിയാണ്, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചിക്കൻ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ രാവിലെ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടൊക്കെ പുരട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പം അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ച് നമ്മൾ 1 കിലോ ചിക്കൻ ഫ്രൈക്ക് വേണ്ടി മാറ്റിയിട്ട് ബാക്കിയുണ്ടായിരുന്നു എല്ലും കഴുത്തും കരളും പിന്നെ കുറച്ച് പീസുകൾ മാത്രം. അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ട് ഞാൻ കരുതി ഒരു തോരൻ അങ്ങ് തട്ടിക്കൂട്ടാണ്. അപ്പം ചീനിച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു, ചെറിയ ഉള്ളി, പിന്നെ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ചിക്കനും കൂടെ അങ്ങോട്ട് തട്ടുക. ഞാനൊരു അബദ്ധം കാണിച്ചു പോയി. ഈ സംഭവത്തിൽ ചെറിയ പീസാക്കണം. തോരത്തിന് പൊതുവെ ചെറിയ പീസാണ് നല്ലത്. ഇത് കറീൻ്റെ പീസാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കാനും പറ്റത്തില്ല, ഭയങ്കര പാടായിരുന്നു. അപ്പം ചിക്കനൊക്കെ തട്ടി ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് പെരുംജീരകപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് സംഭവം വേകാൻ വേണ്ടിയിട്ട് അടച്ച് വയ്ക്കുക. പിന്നെ കുറച്ച് സമയം അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി ഈ സാധനം വെന്ത് വരുമ്പോഴത്തേക്കും ഇത് കണ്ടില്ലേ, ഞാൻ വെള്ളം ഒട്ടും തന്നെ ഒഴിച്ചിട്ടില്ല, പക്ഷെ നല്ല വെള്ളമുണ്ട്. എന്നിട്ട് തേങ്ങ അരപ്പ് ചേർക്കുക. തേങ്ങ അരപ്പിൽ വരുന്നത് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, പിന്നെ ഈ ഗ്രാമ്പു, തക്കോലം അതൊക്കെ ഉണ്ടല്ലോ, അത് പൊടിച്ചതുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന്
ഒറ്റ പ്രാവശ്യം ഒന്ന് അരയ്ക്കുക, ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല. എന്നിട്ട് കറിവേപ്പില, ഈ തേങ്ങ അരപ്പ് എല്ലാം കൂടെ ഇതിലോട്ട് തട്ടുക. എന്നിട്ട് സംഭവം ചിക്കിയെടുക്കുക. അടിപൊളി. അപ്പോൾ ഇന്നത്തെ കറി രണ്ടും സൂപ്പറാണ്. അപ്പോൾ ഞാൻ എന്തായാലും ചോറ് കഴിക്കാൻ പോവുകയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അത്രയും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ടാറ്റ ബൈ ബൈ, സീ യു.